എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായും രാത്രിയിലെ ഭക്ഷണമായും നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ പൂരിക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. കറി വേണമെന്നുള്ളവർ ഇതിൻ്റെ കൂടെ അച്ചാർ കൂട്ടി കഴിച്ചാലും മതി. പൂരിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 250 ഗ്രാം മത്തങ്ങ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വലുപ്പത്തിൽ ഗ്രേറ്റ് ചെയ്യാതെ ചെറുതായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അടുത്തതായി ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളകിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞത്. കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. 1/2 ടീസ്പൂൺ അയമോദകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മത്തങ്ങയ്ക്കകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താണ് ഇത് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഏകദേശം 1/4 കപ്പ് വെള്ളം മാത്രമേ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അഥവാ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കുഴച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ 1 കപ്പ് വെള്ളമായിരുന്നു എടുത്തു വെച്ചിരുന്നത്, അതിൽ ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. അരമണിക്കൂർ ഇത് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിനി നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഓരോ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. പൂരിക്കുള്ള ബോളുകളെല്ലാം ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി കുറച്ച് എണ്ണ ഉപയോഗിച്ച് പരത്തിയെടുക്കാം. പൂരി പരത്തുന്നതിനും ഉണ്ടാക്കുന്നതിനും വേണ്ടി വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ പൂരിക്ക്. ഇതുപോലെ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുപ്പത്ത് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആട്ട കുഴച്ചതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് ഇത് നന്നായിട്ട് ചൂടായോ എന്ന് ഒന്ന് നോക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ പരത്തി വെച്ചിരിക്കുന്ന പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പൂരി എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ പൂരി നല്ലവണ്ണം പൊങ്ങി വരും. പൂരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ മത്തങ്ങ ഉപയോഗിച്ചിട്ടാണ് പൂരി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഏത് വെജിറ്റബിളും ഉപയോഗിച്ച് പൂരി ഉണ്ടാക്കിയെടുക്കാം. പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ അവർ പോലും അറിയാതെ പച്ചക്കറി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും. അടുത്ത പ്രാവശ്യം പൂരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.